ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വിളക്ക് വെക്കുന്നത് വരെയുള്ള നമ്മുടെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ പൊങ്കാല ഇട്ടിട്ടുള്ള കലമാണ് കേട്ടോ. ഈ കലം ഞാൻ അടുപ്പത്ത് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ആ പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടുള്ള കലമാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ ചോറുണ്ടാക്കുക അതിലാട്ടോ. എനിക്കെന്തോ ഭയങ്കര ഒരു തൃപ്തിയും സന്തോഷവും ഭയങ്കരമായിട്ട് എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുക അതിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി വിറക് കിട്ടിയപ്പോൾ ഞാൻ അതിൽ ചോറ് വെക്കാമെന്ന് വെച്ചാൽ ചോറിൻ്റെ പണിയൊക്കെ അവിടെ അടുപ്പത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറ് വാർത്ത് വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ അവിയലിൻ്റെ പീസുകളൊക്കെ ഇന്നലത്തെ കറി ബാക്കി ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവിയലിൻ്റെ പീസൊക്കെ വേവിച്ച് വെച്ച് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങയും ജീരകവും കാര്യങ്ങളൊക്കെ അരച്ച് നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് അവിയലൊക്കെ റെഡിയാക്കി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തമ്മ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മാഷിനൊന്നും ഇവിടെ മീനുള്ളത് കാരണം കൊണ്ട് മാഷിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഞാൻ മാങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് അതിനകത്ത് മൊത്തത്തിൽ ഐസ് കട്ട് ചെയ്യുക. അതിനെ ഒന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ട് വേണം മാംഗോ ജ്യൂസ് അടിക്കട്ടെ. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെയിൽ വന്നപ്പോൾ നമ്മൾ മേളിലോട്ട് കയറിയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടു. ഭയങ്കര ചൂട്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു വല്ലാത്ത കാലാവസ്ഥ. അപ്പോൾ താഴത്ത് മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മേളിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റാത്ത ചൂട്. അത് കഴിഞ്ഞിട്ട് താഴെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അമ്മ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, അതെന്നെ കൊണ്ട് കൂട്ടിയേ കൂടൂല കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണലൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഇന്ന് അമ്മയാണ് കേട്ടോ വിളക്ക് തീർന്ന് വേറെ